അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിനെ കുറിച്ച് പറയുന്നല്ലോ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹുവും മാലാഖമാരും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന്. ഇത് മാത്രം മതി സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ. നിഷ്കളങ്കത കൊണ്ടാവലാണ് നല്ലതെങ്കിലും തമാശക്കോറിയതിനു വേണ്ടിയാണെങ്കിലും സ്വലാത്ത് സ്വീകരിക്കപ്പെടും. സ്വലാത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് ഒട്ടനേകം ഹദീസുകൾ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, നാളെ സ്വർഗ്ഗലോകത്ത് എന്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണെന്നാണ് മറ്റൊരു തിരുമൊഴി. ഒരു ദിനം പ്രഭാതത്തിൽ പതിവിലേറെ പുഞ്ചിരി തൂകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വഹാബത്ത് ചോദിച്ചു, എന്റെ തിരുനബിയെ ഇന്ന് വല്ലാത്ത മുഖപ്രസന്നത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് അള്ളാഹു ദിവ്യ സന്ദേശം തന്നു എന്ന്. ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻക്ക് 10 നന്മകൾ രേഖപ്പെടുത്തുകയും 10 ദോഷങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന്. മാത്രമല്ല, മരണസമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായവും ഖബറിൽ സുരക്ഷയും സിറാത്തിൽ പിടിവള്ളിയും ഹൗലിൽ കൗസറിൽ പാനഭാഗ്യവും സ്വർഗീയ പ്രവേശവും ലഭിക്കുമെന്നിരിക്കെ നാം ഒരിക്കലും സ്വലാത്തിന്റെ വിഷയത്തിൽ മടിയന്മാരാവരുത്. ഒരു സ്വലാത്ത് ചരിത്രം ആയവരേക്ക് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കാം. പുണ്യമദീനത്ത് നബിയുടെ ശിഷ്യഗണങ്ങളിൽ നിർത്താതെ സ്വലാത്ത് ചൊല്ലുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏത് സമയത്തും ആ അധരങ്ങൾ സ്വലാത്ത് കൊണ്ട് തത്തിക്കളിക്കുമായിരുന്നു. ജൂതജനങ്ങൾക്ക് ഇതത്ര പിടിച്ചില്ല. കാട്ടിലെ വിറക് വിറ്റ് ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന ആ പാവം സ്വഹാബി ഒരു ദിനം കാട്ടിൽ പ്രവേശിച്ചതും ജൂതകിങ്കരർ വളഞ്ഞു. മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അരിമട എന്ന് ആക്രോശിച്ച് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവും കയ്യിൽ പിടിച്ച് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. ഇനി എങ്ങനെ ഞാൻ തിരുനൂറിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നായിരുന്നു സ്വഹാബിയുടെ സങ്കടം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിയെ സാന്ത്വനിപ്പിച്ചു. ശേഷം അല്പം ഉമിനീര് പുരട്ടി ആ വിശുദ്ധ നാവ് പിടിപ്പിച്ചു കൊടുത്തു. സ്വലാത്തിന്റെ കറാമത്തും തിരുമോജിസത്തും മൂലം ഉണ്ടായ മഹാഭാഗ്യത്തിൽ സ്വഹാബി സന്തോഷക്കണ്ണീരിൽ വാർക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നോക്കൂ സ്വലാത്തിന്റെ മഹത്വം. സ്വലാത്തിലൂടെ തിരുനബിയിലേക്ക് അടുക്കുവാനും തിരുനബിയിലൂടെ സ്വർഗീയ പ്രവേശം നേടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 174 ഇതോടുകൂടെ നമ്മുടെ സീനിയർ വിഭാഗത്തിന്റെ മത്സരവും അവസാനിച്ചു. അടുത്തത് 174. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു കാണിക്കുന്ന കരുണ എത്രയോ ഉന്നതമാണ്. അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും അവന്റെ കരുണയുടെ അംശം അവൻ പകർന്നു നൽകുന്നു. കാരുണ്യം എന്നാൽ മനസ്സലിവ് എന്നാണ്. ഇതിന്റെ പര്യായ പദങ്ങൾ നിരവധിയുണ്ട്. മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമാണിത്. ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഇഹ്ലോകത്തേക്ക് അവൻ ഇറക്കിയത്. ബാക്കി 99 റഹ്മത്തും തന്റെ അടിമകൾക്ക് അന്ത്യനാളിൽ കരുണ ചെയ്യാനായി അള്ളാഹു നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയ കരുണ 100ൽ 1 അംശം മാത്രമാണ്. അതിൽ നിന്ന് ഏറ്റവും കാരുണ്യവാനായി മാതൃകത്തത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. മറ്റൊരു ആയത്തിൽ പറയുന്നത്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അവരോട് ഹൃദയ നൈർമല്യതയോടെ പെരുമാറുന്നു. ഈ മനസ്സലിവോട് കൂടിയിട്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ചത്. ആർദ്രമായ നിലപാടുകൾക്ക് അവിടുത്തെ മനസ്സ് പാകപ്പെടാൻ കാരണം അള്ളാഹുവിന്റെ ഔദാര്യം തന്നെയായിരുന്നു. അതിനാൽ തിരുജീവിതം കാരുണ്യത്തിന്റെ നീരുറവയായി വർത്തിച്ചു. ശത്രുക്കളോട് പോലും അവിടുന്ന് ഈ സമീപനം ആയിരുന്നു സ്വീകരിച്ചിരുന്നതെന്ന് കാണാം. ഒരു സംഭവം ഇങ്ങനെയാണ്. യുദ്ധഭൂമിയാണ് രംഗം. ശത്രു സൈനാധിപൻ നിരായുധനായി മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനിടയായി. നബിയുടെ അനുചരന്മാർ പല ദിക്കുകളിലേക്ക് മാറിയിട്ടുണ്ട്. അന്നേ ദിവസം മഴ പെയ്തിരുന്നതിനാൽ നനഞ്ഞ വസ്ത്രം ഉണങ്ങാനായി മരക്കൊമ്പിൽ തൂക്കിയിട്ടിട്ടായിരുന്നു നബി വിശ്രമിക്കാൻ കിടന്നത്. ഇത് കണ്ട ശത്രു സൈനാധിപൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തിരുദൂതരുടെ അടുക്കൽ ചെന്ന് ഉറയിൽ നിന്ന് വാളൂരി അലറിക്കൊണ്ട് ചോദിച്ചു, ഏയ് മുഹമ്മദ്, നിന്നെ ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആരാണുള്ളത്?
നബി വളരെ ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു. അള്ളാഹു ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന അയാളുടെ കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേട്ട് ഉറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേട്ട് ഉറച്ചു. അയാളുടെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണു. ആ വാളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? ശത്രു പറഞ്ഞു, ആരുമില്ല. ഭയവിഹ്വലനും നിസ്സഹായനുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന് വാൾ തിരികെ നൽകി നബി അയാളെ പോകാൻ അനുവദിച്ചു. ആ നിമിഷം തന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. തന്റെ ഗോത്രക്കാരുടെ അടുക്കൽ അയാൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാമനസ്കതയെ പറ്റി പറയുകയും അവർക്കിടയിൽ ഇസ്ലാമിന്റെ പ്രചാരകനായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം വ്യാപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയുടെ സ്വാധീനം ഏറെ പ്രകടമാണ്. കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന കാരുണ്യവും വാത്സല്യവും പ്രത്യേകം പ്രതിപാദ്യമാണ്. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: നബി എന്നെ ഒരു തുടയിലും ഹസൻ ബിൻ അലിയെ മറ്റൊരു തുടയിലും ഇരുത്തുമായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ മേൽ കാരുണ്യം വർഷിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു ഗ്രാമീണ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കയറി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമകനായ ഹസൻ എന്ന കുഞ്ഞിനെ ചുംബിക്കുകയാണ്. അപ്പോൾ ആഗതൻ പറഞ്ഞു, നബിയെ, താങ്കൾ ഈ കുഞ്ഞിനെ ചുംബിക്കുകയോ? എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ഒരാളെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല. പ്രവാചകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കരുണ ചെയ്യാത്തവനോട് ആരും കരുണ കാണിക്കില്ല. കാരുണ്യത്തിന്റെ കാര്യത്തിൽ കൊടുക്കുന്നത് ലഭിക്കൂ എന്ന സാമാന്യ തത്വം പഠിപ്പിക്കുകയാണ് അവിടുന്ന്. സ്നേഹം ലഭിക്കാതെ വാർദ്ധക്യത്തിൽ വിലപിക്കുന്നവർക്ക് മുന്നിൽ ഒരു പാഠമാണിത്. കുഞ്ഞുനാളിൽ കുരുന്നുകൾക്ക് സ്നേഹം പകരുക, അതായിരിക്കും ഭാവിയിൽ ഉപകരിക്കുക. കരുണ പറ്റിയ ഹൃദയത്തിൽ നിന്ന് എങ്ങനെയാണ് ധർമ്മബോധം ഉണ്ടാക്കുക? മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും അവിടുത്തെ സമീപനം കരുണയോടെ ആയിരുന്നു. പക്ഷി കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കളിപ്പിക്കുന്ന അനുചരന്മാരോട് തള്ളപ്പക്ഷിയുടെ അടുക്കലേക്ക് തിരിച്ചുവിടാൻ ആജ്ഞാപിച്ചു. മറ്റൊരിക്കൽ ഒരൊട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനിടയായി. നിറഞ്ഞ കണ്ണുകളുമായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അരുമയോടെ വന്നു നിന്നു. അവിടുന്ന് അതിനെ തടവി സമാധാനിപ്പിച്ചു. ആരുടേതാണ് ഈ ഒട്ടകം? അവിടുന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഒരു അൻസാരി യുവാവ്, അള്ളാഹുവിന്റെ പ്രവാചകനെ, അതെന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഇങ്ങനെ ഉപദേശിക്കുകയുണ്ടായി: അള്ളാഹു നിന്റെ ഉടമയിലാക്കി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിനക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൂടെ? നീ അതിനെ വേദനിപ്പിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുമെന്ന് അതെന്നോട് വേവലാതി പറഞ്ഞിട്ടുണ്ട്. അറവ് മൃഗങ്ങളോട് പോലും ദയവായ്പോടെ സമീപിക്കാനായിരുന്നു അവിടുന്ന് പഠിപ്പിച്ചത്. അവിടുത്തെ കാരുണ്യത്തിന്റെ ചിറകിലാണ് നമ്മുടെ രക്ഷ. മഹ്ശറയിൽ സർവ്വപ്രവാചകന്മാരുടെ സന്നിധിയിലേക്കും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാനായി അപേക്ഷിച്ച് ജനങ്ങൾ സമീപിക്കുമ്പോൾ അവരെല്ലാവരും തങ്ങൾക്ക് സംഭവിച്ച സൂക്ഷ്മക്കുറവ് കാരണം പറഞ്ഞ് കൈയൊഴിയുമ്പോൾ അവരുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് മാത്രമാണ്. സുജൂദിൽ വീഴുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തലയുയർത്താനും ചോദിക്കുവാനും ശുപാർശ ചെയ്യാനും അള്ളാഹു ആവശ്യപ്പെടും. ലോക ജനതക്കൊന്നാകെ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി അള്ളാഹു കാരുണ്യം ചെയ്യുന്നു. അള്ളാഹു അവിടുന്ന് കാരുണ്യം കൊണ്ട് വിജയിപ്പിച്ചവരിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. വാഹിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് നമ്മുടെ മദ്രസയിൽ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകളുടെ പാട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരിക. പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും പാടാറുണ്ടല്ലോ. അമർജമാൻ ഒരു ഗാനം. അടുത്തതാരാ? ഈ ചാൻസ് ഒന്നും കിട്ടൂല. കൊല്ലത്തൂരിനെ കിട്ടുന്നതല്ലേ, കളയണ്ട. അവസരല്ലേ സഞ്ജിത്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്തേദൂരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്തേദൂരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ നേരത്തീണ്ടാത്ത പൂജാനീലുകൾ ക്രൂരമാർദ്ദനം ചെയ്യുമ്പോൾ നേരത്തീണ്ടാത്ത പൂജാനീലുകൾ ക്രൂരമാർദ്ദനം ചെയ്യുമ്പോൾ വീര്യം ചോരാതെ അഹദെന്ന് പേരുരത്തോനായെങ്കിൽ ഞാൻ വീര്യം ചോരാതെ അഹദെന്ന് പേരുരത്തോനായെങ്കിൽ ഞാൻ അന്തേദൂരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ മെഹ്മൂദിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ മെഹ്മൂദിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ ഹക്കിൻ മാർഗത്തിൽ ആജീവനാന്തം പോരാടുന്നോരായെങ്കിൽ ഞാൻ ഹക്കിൻ മാർഗത്തിൽ ആജീവനാന്തം പോരാടുന്നോരായെങ്കിൽ ഞാൻ അന്തേദൂരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വാപത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. അസ്സലാമു അലൈക്കും. പൂർവ്വ വിദ്യാർത്ഥികൾ ഞാൻ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും വരിക പെട്ടെന്ന്, സമയങ്ങളല്ലേ. ദിനാജ് അസ്സലാം. അസ്സലാം ദിനാജ്. ദഫിന്റെ ആൾക്കാർ ഒരുമിച്ച് അതാണ് വിളിക്കണത്. അടുത്ത ദഫാണല്ലോ. ദിനാജോ സഞ്ജുലെ സഞ്ജു അസ്സലാം അഫ്സലെ അസ്സലാമു അലൈക്കും. കൽബിന്റെ കോലായി കിനാവിന്റെ വിഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മദ്ഹ് പാടി തോരാത്ത മഴയത്തും മോഹ
നിലാവിന്റെ ഒളികൾ ഓരത്തോടൊഴുകണ അരുവിയും പാടി മദീനത്തെ മലത്തോപ്പിലൊഴുകാമോ ബദരിലെ പശിയാലെ വരിഞ്ഞോരു കല്ലുകൾ മദീനത്തെ വരമ്പത്ത് സലാത്തോതുന്നു ബദരിലെ പശിയാലെ വരിഞ്ഞോരു കല്ലുകൾ മദീനത്തെ വരമ്പത്ത് സലാത്തോതുന്നു ത്വാഹാവിൻ നിണം ചിന്തിയ ത്വാഹിഫിൻ താഴ്വാരം കദന ചരിതമൂർത്തി കരയുന്നുണ്ട് ഓട്ടേക കുടൽമാല കഴുത്തിന്മേലറുത്തിട്ട് കാരുണ്യ കടലായോ മാപ്പുലകിലേ കൽബിന്റെ കോലായിലെ കിനാവിന്റെ മെഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മദ്ഹ് പാടി തോരാത്ത മഴത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിന്റെ ഒളികൾ ഓരത്തോടൊഴുകണ അരുവിയും പാടി മദീനത്തെ വരമ്പത്ത് ഒഴുകാമോ ഞാനില്ലല്ലോ ആരെന്താ അടുത്ത റിസൾട്ടാ റിസൾട്ടാ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് റിസൾട്ട് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഹിദായത്തുൽ ഇസ്ലാം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മത്സര പരിപാടികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് സബ് ജൂനിയർ വിഭാഗം സ്പീച്ച് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 101. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 114. ഒരു തക്ബീർ. സബ് ജൂനിയർ വിഭാഗം സിംഗിൾ സോങ് മത്സരം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 104. തക്ബീർ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 108. ഒരു തക്ബീർ. സബ് ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ് മത്സരം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 104, 105, 102. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 107, 108, 109. ജൂനിയർ വിഭാഗം പ്രസംഗ മത്സരം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 158. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 164. ജൂനിയർ വിഭാഗം സോങ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 158. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 160.
ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 158, 159, 160. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 165, 168, 166. സീനിയർ വിഭാഗം സോങ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 180, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 173. സീനിയർ വിഭാഗം പ്രസംഗ മത്സരം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 173, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു 174. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. സമസ്തയുടെ 100ാം വാർഷികമാണ് ജനുവരി 2026 ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ കാസർഗോഡ് കൊനിയ എന്ന സ്ഥലത്താണ് 100ാം വാർഷിക മഹാസമ്മേളനം. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോകണം. അടുത്തത് ഡഫ് പരിപാടി. ഡഫ്
ലോകക്കാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ ആകെ ലോകക്കാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, വീര്യമുള്ള മനുഷ്യത്വം വേററുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ ആകെ ലോകക്കാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. അന്ധത എന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം, അന്ധത എന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം, അന്തസ്സുത്തെ പരിഹാരം ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി കലിമ വിരലതു നീട്ടി വിജയക്കൊടിയും നാട്ടി കറയറ്റ സൽഗുണമാർഗ റസൂലേ ആകെ ലോകക്കാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ.
ഏതെങ്കിലും ഒരു പരിപാടി കഴിയണം. ഹർപ്പാത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ഉറപ്പായി വളർത്തറിയില്ലേ. സുഹൈർ ഗാനം ഒരു വിദ്യാർത്ഥി ഉടനെ സ്റ്റേജ് കയറേണ്ടതാണ്. അസ്സലാമു കൽബിന്റെ കോലായി കിനാവിന്റെ മെഹ്റാബിൽ മരുപ്പക്ഷി മദീനത്തെ മദ്ഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാസിൽ മദീനത്തെ നിലാവിന്റെ ഒളികൾ ഓരത്തോടൊഴുകണ അരുവിയും പാടി മദീനത്തെ മലത്തോപ്പിൽ ഒഴുകാൻ മോഹം കൽബിന്റെ കോലായി കിനാവിന്റെ മെഹ്റാബിൽ മരുപ്പക്ഷി മദീനത്തെ മദ്ഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാസിൽ മദീനത്തെ നിലാവിന്റെ ഒളികളെങ്കി ഓരത്തോടൊഴുകണ അരുവിയും പാടി മദീനത്തെ മലത്തോപ്പിൽ ഒഴുകാൻ മോഹം ബദരിലെ വഷിയാലെ വഴിഞ്ഞൂരു കല്ലുകൾ മദീനത്തെ വരം വച്ച് സലാത്തോറുന്നു തോരിങ്ങിനും ചിന്തിയ തോയിൻ താഴ്വരം കഥന ചരിതമോർത്ത് കരയുന്നുണ്ട് ഓഷധ കുടൽമാല കഴുപ്പിന്നേഹൃതീസും കാരുണ്യ കടലായൊരു മാപ്പ് നൽകിയില്ലേ കൽബിന്റെ കോലായി കിനാവിന്റെ മെഹ്റാബിൽ മരുപ്പക്ഷി മദീനത്തെ മദ്ഹ് പാടി കട്ടായി പോണല്ലേ അതെല്ലേ അതിന്റെ ആവശ്യമല്ല അപ്പോ ആ പള്ളിയുടെ മുന്നിൽ നിന്ന് കുട്ടികൾ വരേണ്ടതാണ്. നമ്മൾ ഓടി കളിക്കുന്നത് ശരിയല്ല. ആരത്
കഴിഞ്ഞ വർഷം പൊതുപരീക്ഷ 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ കുട്ടികളൊക്കെ വരേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് വിതരണം അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ എല്ലാ കുട്ടികളും വരേണ്ടതാണ്. കഴിഞ്ഞ വർഷം റിദ നിയാസ് മുഹമ്മദ് അഫ്രാൻ ഇബ്നു ഷാവുൽ അമീൻ മുഹമ്മദ് അഫ്രാൻ ഇമ്രാൻ ടി എ ഇബ്നു ഇഖ്ബാൽ محمد ريحان MF بن فيروز فدا نورين HF بنت فقر الدين രക്ഷിതാക്കൾ ആരും വരും. റെൻഡാശ്വരൻ PM ബിന്ദു മൊയ്തീൻ മൊഹീദ്ദീൻ മഖ്ദാദ് PS ഇബ്നു ശംസുദ്ദീൻ ആ കുട്ടികളെല്ലാവരും വരും. അടുത്ത് പേര് ഫർസാന VK ബിന്ദു ജയ്സലിന്റെ മോള് ഫർസാന ഷഹമ ഷാനവാസ് ആയിഷ ഷറ ബിന്ദു അബ്ദുൽ സത്താർ കാരിമി വാഹിയ KM ബിന്ദു കരീം അടുത്തത് ഷഹദ ഷെറിൻ AS ബിന്ദു ഷൗക്കത്ത് ഷഹദ ഷെറിൻ
മുഹമ്മദ് സുൽത്താൻ PS ഇബ്നു ഷക്കീർ, മുഹമ്മദ് ഷാസിൽ ഇബ്നു ശിഹാബ്, മുഹമ്മദ് ആഷിർ MA ഇബ്നു അലി, മുഹമ്മദ് ആമിർ VM ഇബ്നു മുഹമ്മദ് സ്വാലിഹ്, അബിസിയാൻ ഇബ്നു ഇഖ്ബാൽ, റന ഫാത്തിമ KM ബിൻത് മുഹമ്മദ് റാഫി,